ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീനമാസ് വില്ലേജ്. സൺഡേ മോർണിംഗ് എല്ലാവരും വളരെ റിലാക്സ്ഡ് ആയിട്ട് എഴുന്നേൽക്കുന്ന ഒരു ഞായറാഴ്ചത്തെ രാവിലെ. പ്രത്യേകിച്ചൊരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് എഴുന്നേറ്റതെങ്കിലും ഒരുപാട് പണികളുള്ള ഒരു ഞായറാഴ്ചയായിരുന്നു ഇന്ന്. രാവിലെ തൊട്ടേ നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു. തൂത്തതിലൊന്നും ഒരർത്ഥം ഇല്ലാതായിപ്പോയി. മുറ്റവൃത്തിയാക്കലും പൂന്തോട്ട പരിപാലനവും ഒക്കെ ആയിട്ട് രാവിലത്തെ കുറച്ച് സമയം അങ്ങനെ പോയി കിട്ടി. രാവിലെ തന്നെ കുളിയും ദേവാലയം എല്ലാം കഴിഞ്ഞൊന്ന് വിശ്രമിക്കണമെന്ന് ഓർത്തപ്പോഴാണ് ഓർക്കുന്നത്, ഒരാഴ്ചയായിട്ട് കെട്ടിച്ചു വിട്ട എൻ്റെ സിസ്റ്ററും പഠിക്കാൻ വിട്ട സിസ്റ്ററും എല്ലാം വീട്ടിലുണ്ടായിരുന്നു. ഇന്ന് 2 പാക്കിംഗ് ആണ്. അതുകൊണ്ട് രാവിലെ കാപ്പിയും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്ന് കുശലങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വളരെ സോപ്പിംഗ് ആയിരുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് അവസാനം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഏറ്റവും വലിയ ടാസ്ക് തീർന്നു കിട്ടി. മോളിന്ന് പോവല്ലേ, അപ്പം സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കണം എന്നോർത്ത് അച്ഛൻ രാവിലെ തന്നെ ചക്ക പറിക്കാനുള്ള പുറപ്പാടാണ്. എളുപ്പത്തിനായിട്ട് മുറ്റത്ത് നിൽക്കുന്ന പ്ലാവിൽ നിന്ന് തന്നെ ഇങ്ങ് പറിച്ചു. കൂഴച്ചക്കയായിരുന്നു, വിളഞ്ഞു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയുടെ കൂടെ ഇന്ന് മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തിട്ട് നമുക്ക് വേണ്ടത് നമ്മളിങ്ങ് എടുക്കുവാണ്. ഫസ്റ്റ് അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്ത് നമ്മൾ അവരുടെ ശ്രദ്ധ അങ്ങ് മാറ്റുക. സെക്കൻഡ് നമുക്ക് വേണ്ടത് നമ്മൾ എടുക്കുക. അല്ലാത്ത പക്ഷം നല്ല കൊത്ത് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചക്ക പരിപാടിയിലോട്ട് കയറുകയാണ്. ചക്കയരക്കിൽ നിന്നുള്ള മുൻകൂർ ജാമ്യം എടുത്തതിന് ശേഷമാണ് നമ്മൾ പരിപാടി തുടങ്ങിയത്. വിളഞ്ഞു വന്നുകൊണ്ടിരുന്ന നല്ല കൂഴച്ചക്ക ആയതുകൊണ്ട് ചോള തീരെ ചെറുതായിരുന്നു. അതുകൊണ്ട് വേവിക്കണം എന്നുള്ള പ്ലാനിങ് ചെറുതായിട്ടൊന്ന് മാറ്റേണ്ടി വന്നു. എന്നിട്ട് ചക്കത്തോരനാക്കിയാലോ എന്ന് തീരുമാനിച്ചു. എല്ലാ വട്ടത്തെ പോലെയും നമ്മുടെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ചക്കയും തേനും. എപ്പോൾ ചക്ക പറിച്ചാലും വീട്ടിൽ തേൻ സ്റ്റോക്ക് കാണും. ചക്കച്ചോളയും തേനും അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. എളുപ്പത്തിനായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ചക്കയ്ക്കകത്തുനിന്ന് ചോളയെടുത്ത് ഞാൻ കഴിക്കുന്നതിന് അമ്മൂമ്മ കലിപ്പിലായിരുന്നു. കാന്താരി, വെളുത്തുള്ളി, തേങ്ങ, മഞ്ഞൾപ്പൊടി എല്ലാം ചതച്ച് സാധാ നമ്മൾ തോരൻ വെക്കുന്ന പോലെ ചക്കത്തരം റെഡി. ഇതാണ് വീട്ടിലെ കിങ്, ടോമിച്ചനെ വിളിക്കും. ടോമിച്ചന് ഞങ്ങൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു കൂടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാട്ടിലെ മുളയും കമ്പും ഓലയൊക്കെ വെച്ചിട്ടാണ് പണിഞ്ഞേക്കുന്നത്. കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു ടോമിച്ചിൻ്റെ കൂടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണമെന്ന്. ടോമിച്ചിൻ്റെ അടുത്ത് അങ്ങനെ അധികം ആരും അടുക്കാറില്ല. ആളിച്ചിരി ടെററാണ്. സിസ്റ്റേഴ്സ് എന്തായാലും പോകുന്നതിൻ്റെ കലാപരിപാടിയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ സൂക്ഷിക്കേണ്ടത്. എൻ്റെ ഒറ്റ സാധനം ഇവിടുന്ന് മിസ്സായേക്കല്ലേ. പിള്ളേർക്ക് കൊടുത്തുവിടാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അതുകൊണ്ട് വീട്ടിലുണ്ടാക്കിയ കുറച്ച് കാപ്പിപ്പൊടിയും കുറച്ച് മുട്ടയൊക്കെ കൊടുത്തു വിടാൻ തീരുമാനിച്ചു. ഒരു 100 കിലോമീറ്ററോളം ഇവർക്ക് യാത്ര ചെയ്യേണ്ടതുള്ളത് കൊണ്ട് മുട്ട നമ്മൾ കുറച്ച് ന്യൂസ് പേപ്പറൊക്കെ കീറിയിട്ട് തെർമോക്കോളും ഒക്കെ വാരിയിട്ട് അച്ചിരി സേഫായിട്ടാണ് പാക്ക് ചെയ്ത് കൊടുത്തു വിടുന്നത്. അങ്ങനെ ചക്കത്തോരനൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ച് മക്കൾസ് യാത്രയാവുകയാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ബാഗ് കൊണ്ട് മാത്രം വന്നവർ അങ്ങോട്ട് പോയപ്പോൾ കൈ നിറച്ച് ബാഗുകളുമായിട്ട് പോകുന്നതിൻ്റെ കാര്യം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്നാ വണ്ടിക്കൂലി. അതിന് മുന്നേ എൻ്റെ എന്തൊക്കെ സാധനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോകും. കമ്മല്, പിന്നെ ബ്ലഷ് 3 എടുത്തുള്ളൂ. നീ ഈ ബാഗ് ആരുടെ പോയി കൈ തപ്പാൻ വയ്യ, അതുകൊണ്ടാ. എന്നാ ഇതിനു വേണ്ടിയിട്ടുള്ള സോപ്പിംഗ് ആയിരുന്നു രാവിലെ മുതൽ. ഒരാഴ്ച വന്നോളം ഉണ്ടാക്കിയിട്ട് അവർ പോയപ്പോൾ ഒരു വിഷമം മറ്റൊന്നും കൊണ്ടല്ല. ഇനിയും പണിയെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണമല്ലോ. എന്തായാലും 8ൻ്റെ പണി തന്നിട്ടാണ് രണ്ടും പോയിരിക്കുന്നത്. അങ്ങനെ എൻ്റെ ഈ സൺഡേ വ്ലോഗ് കഴിഞ്ഞു. ടാറ്റാ.